നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് നാട്. നമ്മൾ എറണാകുളത്തേക്കാണ് ഇനി പോകുന്നത്. എറണാകുളം ശിവക്ഷേത്രത്തിൽ നിന്നും നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, അവിടെ പൂജവയ്പ് ആരംഭിച്ചു തുടങ്ങിയോ? എങ്ങനെയാണ് വിവരങ്ങൾ? നീലിമ, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ശിവക്ഷേത്രത്തോട് ചേർന്നുള്ള ഗ്രാമജന സമൂഹ മഠത്തിലാണ്. ഇവിടെ കേരള ബ്രാഹ്മണ സഭ വനിതാ വിഭാഗത്തിൻ്റെ നവരാത്രി ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് പുസ്തകങ്ങളൊക്കെ പൂജ വയ്ക്കുന്ന ഇടം. അവിടേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഈ പൂജ വെപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയായിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ളിലും ഒപ്പം തന്നെ പ്രത്യേകം ഒരുക്കിയ മണ്ഡപത്തിലും പുസ്തകങ്ങൾ പൂജ വയ്ക്കുന്നുണ്ട്. പുസ്തകങ്ങൾ ഇന്ന് പൂജ വയ്ക്കും. ഇന്ന് അഷ്ടമിയാണ്. നമുക്കറിയാം, ഈ നവരാത്രിയിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ദിനങ്ങൾ. ഇതിൽ പ്രാധാന്യമേറിയ ദിവസം മഹാനവമി ആണെങ്കിലും കേരളത്തിൽ നവരാത്രി ദുർഗാപൂജയെക്കാളും സരസ്വതി പൂജയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട്, സരസ്വതി പൂജയ്ക്കും വിദ്യാരംഭത്തിനുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള അതാണ് കേരളത്തിലെ ചടങ്ങുകൾ. എന്തായാലും ഇവിടെ ഈ കേരള തമിഴ് ബ്രാഹ്മണ വിഭാഗം വനിതാ വിഭാഗത്തിൻ്റെ ഈ നവരാത്രി ആഘോഷങ്ങൾ 10 ദിവസമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ 8ാം ദിവസവും ഇവിടെ ആഘോഷ പരിപാടികളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊപ്പം ഈ തമിഴ് ബ്രാഹ്മണ വിഭാഗം വനിതാ വിങ്ങിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റുമുണ്ട്. ഇന്നിപ്പം എന്തൊക്കെ പരിപാടികളാണ് ഇവിടെ ഉള്ളത്? ഇന്ന് സംഗീത കച്ചേരി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ വയലിൻ കച്ചേരി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും 6:30 ഇതുപോലെ ഭജന, സംഗീത കച്ചേരികൾ. നാളെ ഒരു ഡാൻസാണ്. എല്ലാ ദിവസവും പരിപാടി. പൂജ വയ്ക്കുമ്പോൾ എത്ര മണിക്കാണ്? പൂജ ഇന്ന് 7 മണിക്ക് വെക്കണം എന്നാണ്. ഇന്ന് അഷ്ടമി തുടങ്ങുന്ന സമയത്ത് പൂജ വെക്കണം എന്നാണ് ശാസ്ത്രം. ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ഓരോന്നെയും. നമ്മളിന്ന് അഷ്ടമി ദിവസം, അഷ്ടമി സമയത്ത് നമ്മൾ പൂജ വയ്ക്കും. ഓരോ ദിവസം നവരാത്രിയിലെ ഓരോ ദിവസവും ഓരോ ദേവിമാരെയാണ് ആരാധിക്കുന്നത്. ഇന്നിപ്പോൾ എന്താണ് ഇന്നത്തെ? ഇപ്പോൾ മഹാഗൗരിയാണ് ഇന്നത്തെ ദേവി. മഹാഗൗരി എന്ന് വെച്ചാൽ നല്ല വെളുത്ത നിറമുള്ളതും ശുദ്ധമായ ഒരു ദേവിയാണ് മഹാഗൗരി. അതാണ് എന്താ പറയുക, ശുദ്ധത്തിൻ്റെ പ്രതീകമാണ് മഹാഗൗരി എന്ന്. അവരെയാണ് ഇന്ന് നമ്മൾ പൂജിക്കുന്നത്. പിന്നെ നവമിയുടെ അന്ന് നമ്മളിവിടെ കന്യാപൂജയൊക്കെ നടത്തുന്നുണ്ട്. കന്യാപൂജ എന്ന് വെച്ചാൽ 9 കുട്ടികളെ ഇരുത്തിയിട്ട് 9 ദേവിമാരായിട്ടാണ് ആരാധിക്കുന്നത് നമ്മൾ. അതാണ് നവരാത്രി. സ്ത്രീ ശാക്തീകരണം തന്നെയാണ് നവരാത്രി എന്ന് വെച്ചാൽ. ലേഡീസിനാണ് പ്രാധാന്യം. 9 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണല്ലോ നിങ്ങൾ? അതെ 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 9 ദിവസവും ഞങ്ങളുടെ ഇവിടെ ഈ നവരാത്രി മണ്ഡപത്തിൽ എന്നും കച്ചേരിയായിട്ടും ഭജനയായിട്ടും ഒക്കെ നടത്തുന്നുണ്ട് ഞങ്ങൾ. പൂജ വെപ്പ് എവിടെയാണ്? പൂജ വെപ്പ് ഞങ്ങൾക്ക് അപ്പുറത്ത് അവിടെ സമൂഹ മഠത്തിൽ വെച്ചിട്ടാണ്. അയ്യപ്പൻ്റെ സാന്നിധ്യത്തിലാണ് പൂജ വയ്ക്കുന്നത്. അവിടെ പ്രത്യേകം സരസ്വതി ദേവി ആവാഹിച്ചിരുത്തിയിട്ടുണ്ട്. അവിടെ ഡെയിലി വിശേഷാൽ പൂജകളാണ്. ഡെയിലി അവിടെയാണ് പൂജ. അവിടെയാണ് പുസ്തകങ്ങളൊക്കെ വെക്കുന്നത്. രാത്രി 9 മണി വരെ പൂജ കാര്യങ്ങളൊക്കെ സമൂഹ മഠത്തിലാണ്. സമൂഹ മഠത്തിൻ്റെ അടുത്താണ് നമ്മൾ. ബൊമ്മക്കൊലുവിന് അവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് ബൊമ്മക്കൊലു വെച്ചിരിക്കുന്നു. 9 ദിവസം വിശേഷ പരിപാടികളൊക്കെ ഉണ്ടാവും. നവമി ദിവസമാണ് നമ്മൾ സുഹാസിനി പൂജ, കന്യാപൂജയൊക്കെ നടത്തുന്നത്. 9 പെൺകുട്ടികളെ 9 സുമംഗലകളായ സ്ത്രീകളായിട്ട് വന്ന് അവരെ പൂജിച്ച്, അവരെ ഓരോ ദേവിയായിട്ട് സങ്കല്പിച്ച് പൂജ കഴിച്ച് അവർക്ക് വസ്ത്രങ്ങളും താമ്പൂലങ്ങളും എല്ലാം കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തി ദേവിമാരെ നമ്മൾ ഉപവസിക്കുകയാണ്. പിറ്റേ ദിവസമാണ് ദശമി. നീലിമ, സ്ത്രീക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് ഈ നവരാത്രി ദിനത്തിലെ ഓരോ ദിവസത്തെയും ആഘോഷങ്ങൾ. അങ്ങനെ തന്നെയാണ് ഇവിടെയും നടത്തുന്നത്. ഇന്നിപ്പോൾ അഷ്ടമ ദിവസം. അല്പസമയത്തിനകം തന്നെ പുസ്തകങ്ങളും ഒപ്പം തന്നെ വാദ്യോപകരണങ്ങളും അടക്കമുള്ളവ പൂജ വയ്ക്കും. അത് തൊട്ടടുത്ത് തന്നെയുള്ള നവരാത്രി മണ്ഡപത്തിലാണ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. പിന്നീട് കന്യാപൂജ അടക്കമുണ്ടാകും. ഇന്നിപ്പോൾ മഹാഗൗരിയെയാണ് ഈ അഷ്ടമി ദിവസം ആരാധിക്കുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ നിറവിലാണ് നാട്. പൂജവയ്പ്പൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.